ഹലോ, ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് മധുഹൂത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു സവാള ചോപ്പ് ചെയ്തത്, ഒരു ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്, 2 തക്കാളി, ഒരു ഉണക്ക നാരങ്ങ, 8 പച്ചമുളക്, 2 തണ്ട് മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 കിലോ ബീഫ്, പിന്നെ മന്തി മസാല, സൺഫ്ലവർ ഓയിൽ. ഞാൻ ബീഫ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, അത് ചിക്കൻ കൊണ്ടായാലും കുഴപ്പമില്ല. ശേഷം ഒരു കുക്കർ അടുപ്പിൽ വെച്ച് നന്നായി ചൂടാക്കിയെടുക്കുക. കുക്കർ ചൂടായി വന്നാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് പട്ട, പൂവ്, ഏലക്കായ എന്നിവ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ശേഷം അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ഇട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഒന്ന് വാടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ശേഷം അതിലേക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ക്യാപ്സിക്കം ഒന്ന് വാടി വന്നാൽ അതിലേക്ക് പച്ചമുളക്, തക്കാളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു കഷ്ണം മാഗി ക്യൂബ്, 3 ടേബിൾ സ്പൂൺ മന്തി മസാല വീട്ടിൽ തയ്യാറാക്കിയതാണ്. ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക. 1/2 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ബീഫ് കഴുകി വൃത്തിയാക്കിയത് അതിലേക്കിട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ശേഷം ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 1/2 കിലോ അരി കൊണ്ടാണ് ഞാൻ ഇവിടെ മധുഹൂത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. 1 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ ഇവിടെ വെള്ളം എടുക്കുന്നത്. 1/2 കപ്പ് ആദ്യം ഒഴിച്ചു കൊടുത്തിരുന്നു. ശേഷം ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ചു വെച്ച് 10 വിസിൽ വരുന്നത് വരെ ബീഫ് നന്നായി വേവിച്ചെടുക്കുക. ബീഫ് നന്നായി വെന്തതിന് ശേഷം കുക്കർ തുറന്ന് അതിലേക്ക് ഒരു ഉണക്ക നാരങ്ങ, 4 പച്ചമുളക്, 2 തണ്ട് മല്ലിയില എന്നിവ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ബസുമതി റൈസ് അതിലേക്കിട്ട് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്യുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. നന്നായി ഇളക്കി കുക്കർ ഒന്ന് അടച്ചു വെച്ച് 1 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 1 വിസിൽ വന്നതിന് ശേഷം ആവി പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയാൽ നമ്മളെ മധുഹൂത്ത് റെഡി. ചൂടോടുകൂടെ സെർവ് ചെയ്യാം.